ഇടുക്കി വന്യജീവി സങ്കേതത്തിലെ കണ്ണമ്പടി ആദിവാസി ഊരുകളെ സംരക്ഷിക്കാനുള്ള വനംവകുപ്പിന്റെ പദ്ധതിക്ക് നബാർഡ് അംഗീകാരം നൽകി. 12 സങ്കേതങ്ങൾക്ക് ചുറ്റും 17.07 കിലോമീറ്റർ ദൂരത്തിൽ ട്രെഞ്ച് നിർമ്മിക്കാനും 6 കിലോമീറ്റർ ദൂരത്തിൽ സോളാർ വൈദ്യുതി വേലി നിർമ്മിക്കാനുമാണ് പദ്ധതി. വന്യമൃഗങ്ങൾക്ക് കാടിനുള്ളിൽ തന്നെ വെള്ളവും ഭക്ഷണവും ഉറപ്പാക്കുന്നതിനുള്ള സജ്ജീകരണവും ക്രമീകരിക്കും. ഇടുക്കി പദ്ധതിക്ക് വേണ്ടി കുടിയൊഴിപ്പിച്ച് കുടിയിരുത്തിയവർ ഉൾപ്പെടെ 1200 കുടുംബങ്ങളാണ് കണ്ണമ്പടിയിൽ താമസിക്കുന്നത്. കൃഷി ചെയ്തും വനവിഭവങ്ങൾ ശേഖരിച്ചുമാണ് ഇവരെല്ലാം ഉപജീവനം നടത്തുന്നത്. കാട്ടാനയും കാട്ടുപന്നിയും ഇവരുടെ കൃഷിയും വീടും നശിപ്പിക്കുന്നത് പതിവാണ്. ഇതിന് പരിഹാരം കാണാനാണ് വനം വകുപ്പ് പദ്ധതി തയ്യാറാക്കിയത്. 12 ഊരുകളും 35 കിലോമീറ്റർ ചുറ്റളവിലാണ് കിടക്കുന്നത്. ഇതിൽ വന്യമൃഗങ്ങൾ കയറാൻ സാധ്യതയുള്ള 23.07 കിലോമീറ്റർ ഭൂപ്രകൃതി അനുസരിച്ച് ട്രെഞ്ച് കുഴിച്ചും സോളാർ തൂക്കുവേലി സ്ഥാപിച്ചും സംരക്ഷിതമാക്കും. മേമാരി, ചൊക്കുവള്ളി, ചെമ്പകശ്ശേരി, പേരമ്പൻ, ഈട്ടിക്കൽപ്പടി, നാഗമുത്തി, കണ്ണമ്പടി, കിഴുകാനം, ചന്ദനക്കാനം, ചെമ്പകപ്പാറ, കല്ലേക്കുളം, കിഴുകാനം, കത്തിത്തേപ്പൻ, പൂക്കമ്പൻപടി, പുള്ളുവേലി, ഗിരീഷ്പടി, പാറൻതോട്ടം, കുമരികുളം, കോയിക്കമ്പടി, മേമാരി, EDC പടി, ജെയിംസ് പടി എന്നീ വനാതിർത്തികളിലാണ് ട്രെഞ്ച് നിർമ്മിക്കുന്നത്. ഇഞ്ചപ്പാറ, വന്മാവ്, കൊല്ലത്തിവാവ്, കോതപ്പാറ പ്രദേശങ്ങളിലെ വനാതിർത്തിയിൽ സോളാർ വേലി നിർമ്മിക്കും. ബാക്കി ഭാഗം വനമേഖലയല്ലാത്തതിനാൽ അതുവഴി വന്യമൃഗങ്ങൾ കയറില്ലെന്നാണ് വനം വകുപ്പിന്റെ വിലയിരുത്തൽ. വനത്തിനുള്ളിലെ ചതുപ്പ് നിലങ്ങൾ, കുളങ്ങൾ, ചെക്ക് ഡാമുകൾ എന്നിവ നവീകരിക്കാനും പുതിയത് പണിയാനും പദ്ധതിയിൽ നിർദ്ദേശമുണ്ട്. വളരെ വേഗത്തിൽ ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി പദ്ധതി നിർമ്മാണം തുടങ്ങാൻ കഴിയുമെന്നാണ് വനം വകുപ്പിന്റെ പ്രതീക്ഷ. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.